ഹലോ, എന്തൊട്ട് പരിപാടി? 2 ദിവസം ഇത് പറയാണ്ടിരുന്നപ്പോ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടാ. ഇന്ന് ഞങ്ങൾ കുന്നംകുളം സ്പെഷ്യൽ പോർക്കാണ് ഇവിടെ ചെയ്യണത്. പോർക്ക് കുക്കറിലിട്ട് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കണം. പച്ചക്കായ അരിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കണം. അത് വേവണ നേരം കൊണ്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ അടി കരിയാണ്ട് വേണ്ടിട്ട് മൂപ്പിക്കാനേ. നല്ല ബ്രൗൺ കളറാക്കി മൂപ്പിക്കണം, എന്നാലേ പോർക്കിന് നല്ല ബ്രൗൺ കളർ ആവുള്ളൂ. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോള നന്നായി വാടി വന്നാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണട്ടാ. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അടി കരിയാണ്ട് ശ്രദ്ധിച്ചോളൂട്ടാ. ഞാൻ അടി കരിയാണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഇടയ്ക്ക് എന്റെ അമ്മയുടെ നിന്ന് ഉണ്ടാവാറുണ്ട്. സബോള നന്നായി വാടി കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞോളൂട്ടാ. തക്കാളി നന്നായിട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. കറിയിൽ കിടന്നിട്ട് വേവാളതാ. തക്കാളി ഒന്ന് വാടിയതിനു ശേഷം മൂപ്പിച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം. വഴറ്റിയിട്ടുള്ള സാധനങ്ങളും മസാലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സബോളയിലും തക്കാളിയിലൊക്കെ നല്ല മസാല പിടിക്കണം. അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മിക്സ് ചെയ്ത് വെച്ചായിരിക്കും നമുക്ക് പോർക്ക് തട്ടി കൊടുക്കാം. പോർക്ക് വേവിക്കാൻ വെക്കുമ്പോ വെള്ളം ഒഴിക്കാണ്ട് വേണിട്ടോ വേവിക്കാൻ വെക്കാൻ. വെന്ത് കഴിയുമ്പോ അതിലത്തെ വെള്ളവും നെയ്യൊക്കെ ഇറങ്ങും. ആ വെള്ളത്തിൽ വേണം കറി ഉണ്ടാക്കാൻ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പോർക്കും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കായ തട്ടണം. പോർക്കിലും കായലും നന്നായിട്ട് മസാല പിടിക്കുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പോർക്കിൽ നന്നായിട്ട് നെയ്യുള്ള കാരണം കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് കുറച്ച് കഴിച്ചാൽ മതിട്ടാ. ഞങ്ങളുടെ കുന്നംകുളത്തുകാരുടെ സ്പെഷ്യലാണിത്. ശങ്കരാന്തിക്ക് പോർക്കില്ലാണ്ട് ഒരു പരിപാടി ഇല്ല. കായം പോർക്കാണ്, കൂർക്കയും പോർക്കും വേറെ ഉണ്ട് കേട്ടാ. തക്കാളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിക്ക് ഇങ്ങനെ ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ മസാല നല്ല ബ്രൗൺ ആക്കി മൂപ്പിക്കാൻ പറഞ്ഞത്. കറി നല്ല മസാല പിടിച്ച് പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വെക്കാട്ടാ. ഇറക്കണ നേരത്തെ കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മണം കിട്ടൂട്ടാ. എന്തായാലും 4 ദിവസം കഴിഞ്ഞ സംക്രാന്തി അല്ലേ, നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണട്ടാ. അപ്പൊ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണട്ടാ. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.